ഇന്നലെ രാത്രി 10:30 ഏഷ്യാനെറ്റിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ഓച്ചറ ഉപ്പാപ്പയെ സംബന്ധിച്ചായിരുന്നു ഇന്നലത്തെ അവതരണം. അതിൽ ഓച്ചറ ഉപ്പാപ്പയെ സംബന്ധിച്ച് അവിടുത്തെ നാട്ടുകാരായ ആളുകൾ പലരും പല അഭിപ്രായങ്ങളും പറയുന്ന കൂട്ടത്തിൽ ചിലരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു. എന്തെങ്കിലും ആവശ്യം നേരിട്ടാൽ ഉപ്പാപ്പാടത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കും. ഉപ്പാപ്പാടത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ എന്ന വാക്കാണ് ആ സാധാരണക്കാർ പലരും ഉപയോഗിച്ച് കണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു വിശ്വാസമാണല്ലോ സാധാരണക്കാരിടയിൽ ഈ ഖബറിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക, ഖബറാരാധന നടത്തുക പോലെയുള്ള കാര്യങ്ങളിൽ മറ്റുള്ള ഈ ജമാഅത്ത് മുജാഹിദുകാർ പറയുന്നത് പോലെ ഉപ്പുപാടത്ത് വന്ന് പ്രാർത്ഥിക്കുക, ഉപ്പുപാടത്ത് വന്ന് പ്രാർത്ഥിക്കുക, ഈ പ്രയോഗം സാധാരണക്കാർ നടത്തുന്നതിന് ഹേതുവല്ലേ ഈ തവസ്സുലിനെയും ഇസ്തിഗാസയും കൂടുതൽ ഈ സുന്നി വിഭാഗം പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും ഉണ്ടായിത്തീരുക? ഇതിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിച്ച് അല്ലെങ്കിൽ ഇസ്തിഗാസ ചെയ്യുക, അല്ലെ ഉപ്പുപാടെ ഹക്ക് കൊണ്ട് ചോദിക്കുക, അല്ലെ ഉപ്പുപാടെ വർക്കത്തുകൊണ്ട് ചോദിക്കുക, ആ പ്രയോഗം തന്നെ ജനങ്ങൾക്കിടയിലില്ല. അവർ പറയുന്നത് സാധാരണ പറയുമ്പോൾ അള്ളാഹയോട് പ്രാർത്ഥിക്കുക, അള്ളാഹയോട് ദുആരക്കുക എന്ന് പറയുന്നത് പോലെയാണ് സാധാരണക്കാർ ഇതിനെ സംബന്ധിച്ചും പറയുക. ഉപ്പുപാടത്ത് പ്രാർത്ഥിക്കുക, ഉപ്പുപാടത്ത് വന്ന് പ്രാർത്ഥിക്കുക, ആ ഒരു പ്രയോഗം. അപ്പോൾ സാധാരണക്കാർ അള്ളാഹുവിന് തുല്യമായിട്ട് ഈ ഖബറാളികളെ കാണുന്നുണ്ടോ? അങ്ങനെ തോന്നിപ്പോകുന്നില്ലേ സാധാരണക്കാരെ ഈ പ്രയോഗം കൊണ്ട്? അതിന് കുറച്ചും കൂടെ സഹായിക്കുകയല്ലേ നമ്മൾ ഈ തവസ്സുലിനെ ഇസ്തിഗാസയും പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് ഉണ്ടായിത്തീരുന്നതെന്ന് സംശയം. പ്രാർത്ഥിക്കുക എന്ന വാചകം ഉപയോഗിക്കുന്നിടത്താണ് ഇപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ മർമ്മം. ഈ പ്രാർത്ഥിക്കുക എന്ന വാചകം ദുആ ചെയ്യുക എന്ന വാചകം പോലെ തന്നെ രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ഒന്ന് അപേക്ഷിക്കുക, അതായത് താഴ്ന്ന ആൾ ഉയർന്ന ആളോട് അപേക്ഷിക്കുക എന്ന കേവലമായ അർത്ഥം. ഇത് ഭാഷാനിഘണ്ടുകളിലൊക്കെ ഉണ്ട് രേഖപ്പെടുത്തിയിട്ട്. ദുആ എന്ന വാക്കിനും അങ്ങനെ തന്നെ അർത്ഥം, ഉയർന്ന ആളോട് താഴ്ന്നവൻ വല്ല കാര്യങ്ങളും അപേക്ഷിക്കുക. ഈ അർത്ഥത്തിൽ അപേക്ഷിക്കുക എന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഉപ്പാപ്പയോട് പ്രാർത്ഥിക്കുക എന്നോ ഏതെങ്കിലും ഒരു മഹാത്മാവിനോട് പ്രാർത്ഥിക്കുക എന്നോ പ്രയോഗിക്കുന്നതിൽ വലിയ പന്തികേടൊന്നുമില്ല. അപേക്ഷിക്കുക എന്നാണെങ്കിൽ സാധാരണഗതിയിലുള്ള ജനങ്ങൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് അള്ളാഹുവിന് വേണ്ടി മാത്രം നടത്തുന്ന ഇബാദത്തുകളെ സംബന്ധിച്ചും അള്ളാഹുവിനോട് നടത്തുന്ന അപേക്ഷകളെ സംബന്ധിച്ചുമാണ് പ്രാർത്ഥന എന്ന് ഉപയോഗിക്കാറുള്ളത്. ഉദാഹരണം, ഒരാൾ പള്ളിയിൽ പോയിരിക്കുന്നു, എന്തിനാ? നിസ്കരിക്കാൻ. അപ്പം ആളുകളോട് ചോദിച്ചാൽ എന്തിനാ പറയാ? അയാൾ പള്ളിയിൽ പോയിരിക്കുന്നു, എന്തിന്? പ്രാർത്ഥിക്കാൻ. അപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി എന്നവിടെ പറയുന്നത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി എന്നാണ്. ഇപ്പൊ നിസ്കരിക്കുക എന്ന ഇബാദത്തിനാണ് അവിടെ പ്രാർത്ഥന എന്ന് ഉപയോഗിച്ചത്. പ്രാർത്ഥനാലയം എന്ന് പള്ളികൾക്ക് പറയാറുണ്ട്. അവിടെയും നിസ്കരിക്കുന്ന ആലയം എന്ന അർത്ഥത്തിലാണ്, ആരാധന നടത്തുന്ന ആലയം എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഈ ആരാധന പോലെ തന്നെ അർറഗ്ബത്തു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് താണുകയാണ് കാര്യങ്ങൾ യാചിക്കുക എന്ന വിഷയത്തിന് വേണ്ടിയും പ്രാർത്ഥന എന്ന് പറയും. അതാണ് പ്രാർത്ഥന എന്നതിൻ്റെ അർത്ഥമെങ്കിൽ നിങ്ങളിപ്പോൾ പറഞ്ഞ ഓച്ചറ ഉപ്പാപ്പാനോട് പ്രാർത്ഥിക്കുക എന്ന വാക്യം തന്നെ തെറ്റാണല്ലോ. അങ്ങനെ വാക്യം ഉപയോഗിക്കാൻ പാടില്ലല്ലോ. കാരണം ഓച്ചറ ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ തന്നെ അള്ളയല്ലല്ലോ. ഉപ്പാപ്പ എന്ന് പറയുമ്പോൾ തന്നെ വിശ്വാസി പറയുമ്പോൾ അത് അള്ളയല്ല. അപ്പൊ അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രാർത്ഥന എന്ന വാചകം ചേർത്ത് കൊടുക്കുമ്പോൾ അപേക്ഷ എന്ന് മാത്രമേ അവിടെ അർത്ഥോദ്ദേശമുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ വിശ്വാസിയുടെ ആ പ്രയോഗത്തിൽ ആ വിശ്വാസിയുടെ പ്രയോഗം കൊണ്ട് തന്നെ അത് അലങ്കാര പ്രയോഗമാണ് എന്ന് മനസ്സിലാക്കാം. അലങ്കാര പ്രയോഗത്തിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഡോക്ടറെ സമീപിച്ച് മരുന്ന് കുടിച്ചിട്ട് അസുഖം മാറുമ്പോൾ സാധാരണ വിശ്വാസികൾ അടക്കം പറയാറുണ്ട്, ആ ഡോക്ടറാണ് എൻ്റെ സോക്കേട് മാറ്റിയത്, ആ ഡോക്ടറെ അടുത്ത് പോയിട്ടിട്ടാണ് എൻ്റെ അസുഖം മാറിയത്, ആ ഡോക്ടറുടെ മരുന്നുകൊണ്ടാണ് എൻ്റെ അസുഖം മാറിയത് എന്ന് പറയാറുണ്ട്. ഈ പ്രയോഗം ആലങ്കാരികമാണെങ്കിലേ ശരിയാവൂ. അല്ലെങ്കിൽ അള്ളാഹു മാത്രമാണല്ലോ രോഗശമനം നൽകുന്നത്. അപ്പൊ അസുഖം ഭേദപ്പെടുത്തുന്നത് അള്ളാഹു മാത്രമായിരിക്കെ വിശ്വാസികൾ അത് ഡോക്ടറിലേക്കും മരുന്നിലേക്കും ചേർത്തി പറയുന്നത് മജാസും ആലങ്കാരികവുമായ പ്രയോഗമായതുപോലെ ഉപ്പാപ്പയിലേക്ക് ചേർത്തിയിട്ട് പ്രാർത്ഥന എന്ന് ഉപയോഗിക്കുന്നതും ആലങ്കാരികമായ പ്രയോഗമാണ്. ആ പ്രയോഗം വിശ്വാസികളിൽ നിന്ന് വരുന്നതിന് നമ്മൾ തിരുത്തേണ്ടതില്ല. അലങ്കാര പ്രയോഗം സാധാരണമാണല്ലോ. കഞ്ഞിയെ കുടിച്ചിട്ട് കഞ്ഞി കുടിച്ചു എന്ന് പറയാറുള്ളതും അലങ്കാര പ്രയോഗമാണ്. ഡോക്ടർ ചികിത്സിച്ചു, ഭേദപ്പെടുത്തി, ഡോക്ടർ സുഖപ്പെടുത്തി, സുഖക്കേട് മാറി എന്ന് പറയുന്നതും അലങ്കാരികമാണ്. ഇതുപോലെ ഉപ്പാപ്പയോട് പ്രാർത്ഥിച്ചു എന്ന പ്രയോഗവും അലങ്കാര പ്രയോഗമാണ്. ഇനി ആർക്കെങ്കിലും അത് തെറ്റിദ്ധാരണാജനകമാണെങ്കിൽ
തെറ്റിദ്ധാരണജനകമാണെന്ന് തോന്നുന്ന സമൂഹത്തിനിടയിലോ ആൾക്കാർക്കിടയിലോ ആ പദം മാറ്റിയാൽ മതി എന്നല്ലേ പറയേണ്ടത്. അങ്ങനെ പറയുകയാണ് വഹാബികളെങ്കിൽ അവരുടെ ഉദ്ദേശശുദ്ധി നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇവർ പറയുന്നത് പ്രാർത്ഥിക്കുന്നതോ യാചിക്കുന്നതോ ചോദിക്കുന്നതോ വിളിക്കുന്നതോ ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നാണ്. ഓച്ചിറ ഉപ്പാപ്പ എന്ന ആളെക്കുറിച്ച് എനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയപ്പെടാറുമില്ല. ഓരോരോ നാട്ടിലും പ്രാദേശികമായി ഔലിയാക്കളെന്നോ മഹാത്മാക്കളിലെന്നോ ജനങ്ങൾ വിശ്വസിക്കുന്നവർ ധാരാളം മാറുമല്ലോ. ആ കൂട്ടത്തിൽ ഒരാളായിരിക്കും ഓച്ചിറ ഉപ്പാപ്പ എങ്കിൽ അദ്ദേഹത്തെ വലിയായും മഹാത്മാവായും വിശ്വസിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കുന്നതോ അപേക്ഷിക്കുന്നതോ അദ്ദേഹത്തോട് അവലാതി പറയുന്നതോ ആണല്ലോ വിഷയം. ഈ വിഷയം ശിർക്കല്ല എന്നാണ് ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടും ഇസ്തിശ്വാവുമായി ബന്ധപ്പെട്ടും സുന്നികളുടെ നിലപാട്. പദപ്രയോഗത്തിന്റെ പേരിൽ മാത്രമുള്ളതാണ് ഒരു തർക്കമെങ്കിൽ ആ വിഷയത്തിലേക്ക് മാത്രം വഹാബികൾ അറിഞ്ഞു വരട്ടെ. പദപ്രയോഗം ശുദ്ധീകരിക്കണം, നന്നാക്കണമെന്ന്. അപ്പൊ സുന്നികൾ ആ കാര്യം പ്രത്യേകം പറയും, അത്തരം വാക്കുകളൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം എന്ന് പറയും. ഇല്ലാത്തിടത്തോളം ആലങ്കാരികമാണ് പ്രയോഗം എന്ന അറിവുണ്ടായിരിക്കെ, ഉദ്ദേശം വളരെ വ്യക്തമായിരിക്കെ, അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുന്നത് പോലെയുള്ള ഇബാദത്തല്ല ഇവിടെ നടത്തുന്നത് എന്ന് നമുക്കറിയാമെന്നിരിക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത് ആലങ്കാരികവും മജാസുമായി മാത്രം കണ്ടാൽ മതി. മജാസിനെ നമ്മൾ നിരാകരിക്കുകയോ എതിർക്കുകയോ ചെയ്യേണ്ടതില്ല. അത് മനുഷ്യന്മാരുടെ പ്രയോഗത്തിലെ സാധാരണമായ രീതിയാണ്. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളിൽ തന്നെ വിളിക്കാൻ പാടില്ല എന്ന് നിരുത്സാഹപ്പെടുത്തിയതായി ഉണ്ടെന്ന് വഹാബികൾ പറയുന്നു. അതേപോലെ തന്റെ മകൻ അബ്ദുൽ വഹാബിനോട് മരണസമയത്ത് ചില വസിയത്തുകൾ ചെയ്തതിൽ എന്നെ വിളിക്കരുത്, അള്ളാഹുവിലേക്ക് മാത്രം അഭയം പ്രാപിച്ചാൽ മതി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിന്റെ അങ്ങനെ ശൈഖ് തങ്ങൾ അവർകൾ പറഞ്ഞിട്ടേ ഇല്ല. ശൈഖ് തങ്ങൾ അവർകൾ വല്ല നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ എന്ന് മുഹിയുദ്ദീൻ മാലയിൽ പറഞ്ഞതുപോലെ വല്ല നിലത്തുനിന്നും എന്നെ വിളിച്ചാൽ ഞാൻ അപ്പം ആ വിളി കേൾക്കും, കാര്യം നടപ്പാക്കി തരും എന്ന് തന്റെ മുരീദുമാരോട് പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലും ഉപദേശങ്ങളിലും ഉണ്ട്. 1000 വട്ടം എൻ്റെ പേര് ചൊല്ലി വിളിച്ചാൽ ഞാൻ ആ കാര്യം എളുപ്പമാക്കി കൊടുക്കും എന്ന് തന്റെ ഗുരുമുരുവിതന്മാരോടും തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞതായും വസിയത്തുകളിലുണ്ട്. എന്നെ വിളിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞതായി ഒരു വസിയത്തിലും അറിയില്ല. എല്ലാ ഉലിയാക്കളും എന്ന് നബി തങ്ങൾ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും എല്ലാ യാചനകളും എല്ലാ അവലംബമാക്കലും എല്ലാ ഭരമേൽപ്പിക്കലും എല്ലാ പ്രതീക്ഷകളും അള്ളാഹുവിൽ മാത്രം അർപ്പിക്കണം വിശ്വാസി. മറ്റൊരു പടപ്പിലേക്കും ശ്രദ്ധിക്കരുത്. ഡോക്ടറിലേക്കോ വൈദ്യരിലേക്കോ ഗുരുവിലേക്കോ ഉമ്മയിലേക്കോ കടക്കാരനിലേക്കോ സഹായിയിലേക്കോ ഒരു മനുഷ്യനിലേക്കും പടപ്പുകളിലേക്കും ശ്രദ്ധിക്കാതെ അള്ളാഹുവിനെ മാത്രം ആധാരമാക്കി ജീവിക്കണം എന്ന തൗഹീദിന്റെ മഹത്തായ പാഠം നൽകിയിട്ടുണ്ട് ഈ ഹദീസ് വിവരിച്ചിട്ട്. അങ്ങനെ ഒന്ന് മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ ഉപദേശത്തിലുമുണ്ട്. അത് കണ്ട് തെറ്റിദ്ധരിച്ചതായിരിക്കാം വഹാബികൾ. ഒരു ഭാഗത്ത് അങ്ങനെ തൗഹീദിന്റെ ഉന്നതാർത്ഥം തന്റെ മക്കളോട് ഉപദേശിച്ച മഹാൻ തന്നെ മുരീദുമാരോട് ആവശ്യം വന്നാൽ നിങ്ങൾ ഇപ്പം എന്നെ വിളിക്കുന്ന മാതിരി വിളിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മാലയിലും അതുപോലെ തന്നെ കുതുബിയത്തിലുമൊക്കെ അങ്ങനെ നമ്മൾ വിളിക്കുന്നതും മുരീദുമാർ വിളിച്ചു വരുന്നതും. അത് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വിശദമായ വിവരണത്തിന് മാല മുഹിയുദ്ദീൻ മാല എന്ന പേരിൽ നടത്തിയ നേർക്കുനേർ പരിപാടിയിലെ വിഷയാവതരണത്തിന്റെ കാസറ്റ് വിൽപ്പനയിലുണ്ട്, VCD ആയിരിക്കും വിൽപ്പനയിലുണ്ട്. അത് വാങ്ങി കേട്ടാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. വല്ല നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്പൂട ഉത്തരം ചെയ്യും ഞാനെന്നവർ എന്ന് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒരു വഅലിന്റെ മജ്ലിസിൽ അദ്ദേഹം വഅല് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആൾക്കാർ പരസ്പരം പലതിനെയും ചൊല്ലി സംസാരിച്ച കൂട്ടത്തിൽ അബ്ദുൽ ഖാദിർ ജീലാനിയോട് ചോദിക്കാൻ അവർ മടിക്കുന്നത് കണ്ട് അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞതാണ്, വല്ലേ നിലത്തിൽ നിന്നും എന്നെ വിളിപ്പോർക്ക് വാ കൂടാ ഉത്തരം, വാ അടയ്ക്കുന്നതിന് മുമ്പ് ഞാൻ മറുപടി പറയും, അതുകൊണ്ട് പെട്ടെന്ന് ചോദിച്ചോളൂ, മടിക്കണ്ട എന്ന് പറഞ്ഞതാണെന്ന് വഹാബികളൊക്കെ പറയാറുണ്ട്. അതിന് വല്ല ആധികാരികതയുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. അത് എപ്പോൾ പറഞ്ഞ വാചകമാണ്, എങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ വാചകമാണെന്ന് അതിന്റെ അറബി ഉദ്ധരണി സഹിതം മുഹിയുദ്ദീൻ മാല എന്ന നമ്മുടെ വിഷയാവതരണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.
എപ്പോ എൻ്റെ മുരീദുമാർ എന്നെ വിളിച്ചാലും ഞാൻ അവരുടെ വിളി കേൾക്കും. ഞാൻ മരിച്ചു വഫാത്തായി എന്നതുകൊണ്ട് നിങ്ങൾ പരിഭവിക്കേണ്ട എന്ന അർത്ഥത്തിൽ തന്നെയാണ് ശൈഖ് തങ്ങൾ അത് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന് ഇതിന് അവലംബമായ വസിയ്യത്ത് വായിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. മറ്റതൊക്കെ കള്ളം പറഞ്ഞിട്ട് വെറുതെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ്. മറ്റൊരു ചോദ്യം. 5 നേരം കൃത്യമായി നമസ്കരിക്കാത്ത ഒരാൾ നിക്കറിനും റാത്തീബിനും കുതുബിയത്തിനും എല്ലാ മജ്‌ലിസിലും സജീവമായി പങ്കെടുക്കുകയും എല്ലാ വർഷവും വർഷമെന്നല്ല മാസം തോറും എല്ലാ ഖബറിടങ്ങളും സിയാറത്ത് ചെയ്യുകയും ചെയ്യും. നിസ്കാരം എന്ന് പറയുന്ന സംഗതി അദ്ദേഹത്തിന് ഉണ്ടായിട്ട് ഈ ഒരു സിയാറത്തും ഈ ഒരു സലാത്തും ഈ ഒരു കുതുബിയത്തും റാത്തീബിന്റെയും പേരിൽ അദ്ദേഹം സ്വർഗത്തിൽ കടക്കുമോ? അതോ അദ്ദേഹം ഈ നിസ്കരിക്കാതെ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ അല്ലാഹു തള്ളിക്കളയുമോ? നിസ്കാരം ഒഴിക്കുന്നത് ആരാണെങ്കിലും കുറ്റകരമായ തെറ്റാകുന്നു എന്ന് ശറഅ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആ നിസ്കാരം ഒഴിക്കാമെന്ന് ആരെങ്കിലും വാദിച്ചാൽ അത് കുഫ്റാണ് എന്നും ശറഅ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. സംഗതി അത് വളരെ പരമാർത്ഥവും ഗൗരവതരമായ കുറ്റവുമാണ്. എങ്കിൽ പോലും ഒരു വിശ്വാസി അയാളുടെ വിശ്വാസം പരിപൂർണമായിരിക്കെ അമലുകളുടെ കൂട്ടത്തിൽ കർമ്മത്തിൽപ്പെട്ട നിസ്കാരം ഒഴിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം അയാൾ നരകത്തിലാണെന്ന് വിധിക്കാൻ നമുക്കൊരവകാശവുമില്ല. അതുകൊണ്ട് തന്നെ നിസ്കാരം ഒഴിവാക്കിയ കുറ്റവും അല്ലാഹു തആല പൊറുക്കാം. അതിന് പല സൽക്കർമ്മങ്ങളും നിമിത്തമാകാം. അക്കൂട്ടത്തിൽ സിയാറത്ത് ചെയ്യുന്നതും മൗലിദ് ഓതുന്നത് പോലുള്ള പുണ്യകർമ്മങ്ങളും അദ്ദേഹത്തിന് ഫലപ്രദമായേക്കാം എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നിസ്കാരവും അയാൾ ഒഴിച്ചു, ഇനി വേറെ ഒരു കാര്യത്തിലും അയാൾ ഇടപെടണ്ട, ഒരു സൽക്കർമ്മവും വേണ്ട, ഒരു ദാനവും ചെയ്യണ്ട എന്ന് ഏതെങ്കിലും ആളുകൾ പറയൂ? ഒരു കുറ്റം ചെയ്തെങ്കിൽ മറ്റേ പുണ്യങ്ങളെ കൊണ്ടെങ്കിലും അത് പരിഹാരമാകാൻ പറ്റുന്ന വിധത്തിൽ പെരുമാറണമെന്നല്ലേ വിശ്വാസികൾ പറയുള്ളൂ? നേരെ മറിച്ച് ഒന്ന് നമുക്ക് പറയാം, ഫർളായ നമസ്കാരം ഖളാ വീട്ടാനുള്ള സമയത്തിന് വിനിയോഗിക്കാതെ അദ്ദേഹം മറ്റൊന്നിലേക്ക് വിനിയോഗിക്കുകയാണെങ്കിൽ അത് ഹലാലാവട്ടെ പുണ്യമാവട്ടെ മറ്റെന്ത് കർമ്മമാകട്ടെ ഹറാമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് മസാല പറഞ്ഞു കൊടുക്കാം. എന്നല്ലാതെ നിസ്കാരം ഒഴിച്ച ആൾ മൗലൂദ് ഓതി ദിക്ർ ചൊല്ലി അതുകൊണ്ട് തീരെ ഫലപ്രദമില്ലെന്നോ ആഖിറത്തിൽ ഉപകാരപ്പെടില്ലെന്നോ അയാൾ എങ്ങനെയും നരകത്തിൽ കിടക്കുമെന്നോ ഒരു വിശ്വാസിയെക്കുറിച്ചും നമുക്ക് പറയാൻ പറ്റില്ല. നമസ്കാരം മാത്രമല്ല, നോമ്പും സക്കാത്തും ഹജ്ജും തുടങ്ങി ഒരു കർമ്മവും ചെയ്യാത്ത ഒരാളും നരകത്തിലുള്ള ശിക്ഷ കഴിഞ്ഞ ശേഷം ശുപാർശ കൊണ്ട് സ്വർഗത്തിൽ കടക്കുന്നതും, ഒരു ശുപാർശകരുമില്ലാത്ത ഒരു നന്മയും ചെയ്യാത്തവർ അള്ളാഹുവിന്റെ പ്രത്യേക റഹ്മത്ത് കൊണ്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഉതഖാഉർ റഹ്മാനിൽപ്പെട്ടവരായിട്ടുള്ളതുമായ ഹദീസുകൾ ബുഖാരിയും മുസ്ലിമും നമുക്ക് പരലോക സംബന്ധമായി റിപ്പോർട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിസ്കാരം ഒഴിച്ച ഒരാളാണെന്നതുകൊണ്ട് മാത്രം അയാൾ നരകത്തിലാണെന്ന് വിധി കൽപ്പിക്കരുത്. അത് ശരിയുമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംശയാസ്പദമായ കാര്യങ്ങൾ ഒഴിവാക്കി സംശയരഹിതമായ കാര്യങ്ങൾ അനുഷ്ഠിക്കലല്ലേ ഭംഗി. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ജനങ്ങൾ സംശയാസ്പദമായ കാര്യങ്ങൾ ഒഴിവാക്കി ഖുർആനിലേക്കും ഹദീസിലേക്കും പൂർണ്ണമായും മടങ്ങി ജീവിക്കുക ഏറ്റവും നല്ലത്. ഒരു മനുഷ്യൻ ഒരാളുടെ ജീവിതകാലത്ത് കുത്തുബിയത്തോ റാത്തീബോ മൗലിദോ ചെല്ലിയില്ല എന്ന കാരണത്താൽ അയാളുടെ പരലോക ജീവിത വിജയത്തെ അത് ബാധിക്കുമോ ബാധിക്കുകയില്ല? സാധാരണഗതിയിലുള്ള ഒരു വസ്വാസാണിത്. വഹാബികൾ ഉണ്ടാക്കി തീർക്കാറുള്ള ഒരു വസ്വാസം. നിങ്ങളത് ഉദ്ധരിച്ചു വന്നേ ഉള്ളൂ. സംശയാസ്പദമായ കാര്യങ്ങൾ എന്ന് നബിതങ്ങൾ പറഞ്ഞത് ഇതിനൊന്നുമല്ല. സംശയാസ്പദമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഉലമാക്കൾ വ്യക്തമാക്കിയിട്ടില്ലാത്ത കാര്യങ്ങളിൽ സംശയാസ്പദമായി തോന്നുന്നതായ കാര്യങ്ങൾ, വിധി വ്യക്തമാക്കാത്ത കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് വിധി വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് നല്ലത് എന്നാണ് ആ പറഞ്ഞ ഹദീസിന്റെ സാരം. വിധി വ്യക്തമാക്കി കഴിഞ്ഞ കാര്യങ്ങളും നാളിതുവരെ മുസ്ലിം തലമുറകളിലെ ഇമാമുമാരും പൂർവീകന്മാരും പുണ്യവാളന്മാരും ഒക്കെ ചെയ്തു പോകുന്നതുമായ ദുഷ്കർമ്മങ്ങളെ ഒരു ദുർപ്രഭാതത്തിൽ ആരെങ്കിലും കടന്നു വന്നിട്ട് അത് ശിർക്കാണ് ബിദ്അത്താണ് എന്ന് വെറുതെ ജൽപ്പിക്കുക, വെറുതെ എല്ലാവരെയും മുശ്രിക്കാക്കുക എന്ന തോന്യാസം കാണിച്ചിട്ട് ആ തോന്യാസം കൊണ്ട് ജനങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കിയും കൊണ്ട് ഈ വസ്വാസ് ഉണ്ടായവരൊക്കെ അത് മാറ്റണം എന്ന് പറയുന്നത് തങ്ങൾ തന്നെ തോന്യാസം ഉണ്ടാക്കി തങ്ങൾ തന്നെ വസ്വാസ് ഉണ്ടാക്കി ആ വസ്വാസിന്റെ അടിസ്ഥാനത്തിൽ പുണ്യകർമ്മം ഒഴിവാക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന രീതിയാണ് അതിലടങ്ങിയിരിക്കുന്നത്. നാം ഇവിടെ വിഷയാവതരണത്തിൽ വ്യക്തമാക്കിയത് മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തുന്നതും മഹാത്മാക്കളോട് അന്യായം പറയുന്നതും റസൂലുള്ളാഹിനെ വിളിക്കുന്നതും റസൂലുള്ളാഹിനോട് അന്യായപ്പെടുന്നതും പുണ്യം കിട്ടുന്ന ഉപകാരപ്രദമായ ആഖിറത്തിൽ കൂലി കിട്ടുന്ന അമലാണ് എന്നാണ്.
വളരെ വ്യക്തമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായി തന്നെ ഇമാമുകൾ പ്രസ്താവിച്ച വിധിയാണിത്. ഇതിലാർക്കാ സംശയം? ഇത് മനസ്സിലാകാത്ത ഒരാൾ പെട്ടെന്ന് വെറുതെ ജൽപ്പിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ എന്തോ ഒരു അഭിപ്രായം സ്വന്തം നിലയിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംശയം ഉണ്ടാകരുതല്ലോ. അപ്പൊ കാലാകാലങ്ങളിൽ ഓരോരുത്തൻ വെറുതെ സന്ദേഹം ഉണ്ടാക്കിയിട്ട് ആ സന്ദേഹങ്ങളൊക്കെ ഉയർത്തിയിട്ട് സന്ദേഹമുള്ളത് ഒഴിവാക്കണ്ടേ എന്ന് പറയുന്നത് അർത്ഥവത്തായ പരിപാടിയല്ല. അങ്ങനെ നോക്കിയാൽ ഒരാൾ പറയാ നിസ്കരിക്കുന്നത് എന്തിനാ, നിസ്കരിക്കണതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് 5 വക്ത് നിസ്കാരം ഫർളാണ് എന്ന് പറയാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഒരാൾ സന്ദേഹം ഉണ്ടാക്കി. അങ്ങനെയും വന്നല്ലോ ചേകനൂർ മൗലവി. ആ സന്ദേഹം ജനങ്ങൾക്കിടയിൽ പരത്തിയിട്ട് സന്ദേഹമുള്ള നിസ്കാരം ഞമ്മക്കങ്ങ് ഒഴിവാക്കുക, സന്ദേഹമില്ലാത്ത വേറെ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കാമെന്ന് ഒരാൾ പറഞ്ഞാലോ? അപ്പൊ അവിടെയല്ല യരീബുക്ക ഇലാമാല യരീബുക്ക എന്ന ഹദീസിന്റെ അർത്ഥം. ഒന്നുകിൽ അത് മുജ്തഹിദുകളായ ഇമാമുകളോടാണ്. വിഷയം ഗവേഷണം ചെയ്യാൻ വേണ്ടി പ്രമാണങ്ങൾ പരതുമ്പോൾ വിഷയത്തിന്റെ വ്യക്തമായ മർമ്മം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വ്യക്തമായി മർമ്മം കണ്ടെത്തിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അഭിപ്രായം പറയാതിരിക്കുക എന്നാണ് ആ ഹദീസിന്റെ ഒരർത്ഥം. അല്ലെങ്കിൽ ഉലമാക്കളുടെ അഭിപ്രായങ്ങൾ പരതിയിട്ട് അവരുടെ വ്യക്തിമായ വിധി കാണാത്ത വിഷയങ്ങളിൽ നിങ്ങൾ വ്യക്തമായി വിധി പറഞ്ഞുകൊണ്ടും ഖുർആൻ ഹദീസിൽ ഉണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തമായി അഭിപ്രായം പറഞ്ഞുകൊണ്ടും വസ്വാസ് ഉണ്ടാക്കരുത് എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. ഇതനുസരിച്ച് ഈ ഹദീസ് വഹാബികളോട് ഓതി കൊടുക്കണം. ഉലമാക്കന്മാരൊക്കെ വിധി വ്യക്തമാക്കിയ ഈ വിഷയത്തിൽ നിങ്ങൾ സ്വന്തം അഭിപ്രായം പറഞ്ഞുകൊണ്ട് സന്ദേഹം ഉണ്ടാക്കരുത്, വസ്വാസ് ഉണ്ടാക്കരുത്. നിങ്ങൾ പറയുന്ന സന്ദേഹം ഒഴിവാക്കുക, മഹാന്മാർ വ്യക്തമാക്കിയ സന്ദേഹമില്ലാത്ത മസാലകൾ പിടിക്കുക എന്നാണ് നമ്മൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പകരം പഠിപ്പിക്കേണ്ടത്. മനസ്സിലാക്കുള്ളൂ?